അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ നമ്മളെ മക്കളെല്ലാം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് വളരെ ക്ഷീണിച്ചിട്ടാണെന്നല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്തിൽ നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ച് നല്ല അടിപൊളി ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ ഒന്ന് നല്ലോണം എനർജറ്റിക് ആക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കുന്ന കുറച്ച് ജ്യൂസിൻ്റെ റെസിപ്പീസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 റോബസ്റ്റ പഴമാണ്. റോബസ്റ്റ് പഴം, പാല്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, വലിയ വലിയ വിലപിടിപ്പുള്ള ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എപ്പോഴും നമ്മളെ കിച്ചണിൽ ഉണ്ടാവണമെന്നില്ല. കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മളെ മക്കളെ മാക്സിമം ഹാപ്പി ആക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അവർ നല്ല ടയേർഡായിട്ട് അങ്ങനെയും ടയർഡായിട്ടായിരിക്കും സ്കൂളിൽ നിന്ന് വരുന്നുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ നല്ലൊരു ഡ്രിങ്കെല്ലാം ഉണ്ടാക്കി അവരെ വെയിറ്റ് ആക്കി നിൽക്കുമ്പോൾ അവർക്ക് നമ്മളോട് പ്രത്യേക ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നും. അപ്പോൾ ഞാൻ 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റും ഒരു 3 റോബസ്റ്റ പഴം, ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് റോബസ്റ്റ പഴത്തിന് നല്ല അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ മധുരം ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ കുട്ടികൾക്ക് ഇത് മാത്രം പോരട്ടോ, കുറച്ച് എക്സ്ട്രാ ഞാൻ മധുരം കൂടി ആഡ് ചെയ്താലേ അവർ കുടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് മധുരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുടിക്കാനാണെങ്കിൽ ഈ റോബസ്റ്റ പഴവും ഈ ബൂസ്റ്റും പാലും മാത്രമേ ആഡ് ചെയ്യലുള്ളൂ. അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യലില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞ് സ്പൂണാണ് ഈ പഞ്ചസാരയിൽ കുപ്പിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം സ്പൂൺ ഇടുന്നതാണ്, നിങ്ങൾ ബേജാറാവണ്ട, അത് ചെറിയ സ്പൂണാണ്. അപ്പോൾ പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ വീണ്ടും കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ പാൽ അങ്ങനെ കട്ടയായ പാലല്ല, അതുകൊണ്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അത്യാവശ്യം തണുപ്പുണ്ടെങ്കിലേ ഇതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നോർമൽ തണുപ്പിൽ കുടിക്കുന്നതിനും വലിയ കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ മീഡിയം ഒരു തണുപ്പിൽ, ഓവർ തണുപ്പ് ഇവിടുത്തെ മക്കൾക്കും ശരിയാവില്ല കേട്ടോ. തൊണ്ടയ്ക്ക് കിച്ച് കിച്ച് വേഗം വരും. അങ്ങനെ ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് അടിപൊളി ജ്യൂസാണ്. റോബസ്റ്റ പഴത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ ഡയറ്റിലെല്ലാം ഒരുപാട് ഉപയോഗിക്കുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പം പഴം കഴിക്കാത്ത കുട്ടികൾക്കും ഈ ഒരു രീതിക്ക് നിങ്ങൾ കൊടുത്തു നോക്കും. ബൂസ്റ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മളെ മക്കൾ എന്തായാലും കുടിച്ച് കിട്ടിക്കോളും. ചെറിയ KG ഉള്ള മക്കളായാലും ഇപ്പോൾ ഡിഗ്രിക്ക് പോയിട്ട് വരുന്ന കുട്ടികളായാലും കുഴപ്പമില്ല എന്ന് എല്ലാവർക്കും ഇതേ ഒരു മെത്തേഡിൽ തന്നെ കൊടുത്താൽ മതി. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഒരു റെസിപ്പി ഇതാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പി എന്ന് പറയുന്നതാണ്. ഞാൻ അധികവും വേഗം റോബസ്റ്റ പഴവും ബൂസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന്, ഇനിയിപ്പോൾ ഒരു ഗസ്റ്റ് വന്നാൽ അടിച്ചു കൊടുക്കാൻ അതും ബെസ്റ്റ് തന്നെയാണ് കേട്ടോ. ഗസ്റ്റിന് കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടും. ഇതൊക്കെ കൊടുത്താൽ പിന്നെ അവർ അവിടുത്തെ കുളി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയിക്കോട്ടെ. എന്നാലും പിന്നെ അങ്ങനെ മടി ഉണ്ടാവില്ല. ഇതൊക്കെ കുടിച്ചാൽ നല്ല എനർജി ഉണ്ടാവും. പിന്നെ അടുത്ത ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായ ഒരു പേരക്കയാണ് കേട്ടോ. എൻ്റെ വീട്ടിലുണ്ടായത് ഇതിൻ്റെ റെഡ് കളറാണ് ഇതിൻ്റെ ഉൾഭാഗം. ഈ ഒരു പേരക്ക ഞാൻ മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. 2 എണ്ണം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കട്ടപ്പാലാണ് ഇടുന്നത്. അതുകൊണ്ട് ഐസ് ക്യൂബ്സ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലും അത്യാവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കണം. പഞ്ചസാരയിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ചെറുതിലേ കുട്ടികളെ മധുരം കുറച്ച് കൊണ്ടുവരുന്നത് കേട്ടോ നല്ലത്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം കൂടി ഞാൻ അയച്ചു കൊടുത്തിട്ട് കേട്ടോ. ഇത്ര തിക്ക് കൊടുത്താൽ ശരിയാവില്ല. പനി വരുന്നതിനും തണുപ്പ് കുടിക്കുന്നതിലും എനിക്ക് പേടിയാവും. അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം തണുപ്പിൽ എല്ലാ ജ്യൂസും ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പേരക്കയിൽ സാധാരണ നോർമൽ പേരക്ക വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ പേരക്ക എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത പേരക്ക ആയിരിക്കണം കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പേരക്കയെല്ലാം ചിലപ്പം കാണാം അങ്ങനെ പഴുത്ത കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പഴുത്ത നോക്കി സെലക്ട് ചെയ്യുക. പേരക്കയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറഞ്ഞാൽ തീരില്ല. അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ് ഈ ഒരു പേരക്ക എന്ന് പറയുന്നത്. അപ്പോൾ വൈകുന്നേരം ക്ഷീണിച്ച് വരുന്ന മക്കൾക്ക് കൊടുക്കാൻ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാണ്. ഒന്ന് അരിച്ച് കളയണം കേട്ടോ. നമ്മളെ മക്കളല്ലേ, പേരക്ക അരിച്ചെടുക്കാണ്ട് അവർ കുടിക്കാൻ ഒരു ചാൻസും ഇല്ല കേട്ടോ. നമുക്കൊക്കെ ആണെങ്കിൽ അരിക്കാണ്ട് അത് തരിതരിപ്പോട് കൂടി കുടിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതൽ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, മക്കൾ ഇപ്പോൾ അരിക്കാണ്ട് കുടിക്കൂല. അതുകൊണ്ട് ഞാനും അരിച്ചിട്ട് തന്നെയാണ് എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. നോർമൽ പേരൊക്കെ വെച്ചിട്ട് അടിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഐസ്ക്രീം അവർ കാണാതെ ഫ്രിഡ്ജിൽ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് അതും ഇടയ്ക്കിടെ ഈ ജ്യൂസിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഐസ്ക്രീമൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നേരത്തെ ആ ഒരു റെസിപ്പി അല്ല കേട്ടോ, ഇത് വേറൊരു റെസിപ്പിയാണ്. ഞാൻ റോബസ്റ്റ പഴം തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അടിക്കുന്ന ജ്യൂസിൻ്റെ അളവ് എന്ന് പറയുന്നത് ഓരോന്നും ഓരോ പാക്കിൻ്റെ പകുതി പാല് വെച്ചിട്ട് ബാക്കി വെള്ളവും ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 4-5 ഗ്ലാസ് കുടിക്കാനുണ്ടാവും കേട്ടോ. ആ ഒരു അളവിലാണ് ഓരോന്നും കിട്ടുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽക്കട്ട ആഡ് ചെയ്ത് പിന്നെ അത്യാവശ്യത്തിന് മധുരത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ബൂസ്റ്റ് കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലപോലെ അടിച്ചെടുക്കുക. ഇതും നല്ലോണം വിശന്ന് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ചായക്ക് കടിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവുമല്ലോ. അങ്ങനത്തെ ദിവസങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. ഇനിയിപ്പോൾ ചാക്ക് കടിയൊന്നും ഇല്ലെങ്കിൽ ഇത് വയറ് നിറയെ കൊടുത്തിട്ട് പിന്നെ വേഗം ഒന്ന് രാത്രിത്തെ ഡിന്നർ 7 മണിയാകുമ്പോൾ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് മട്ട അവിൽ എടുത്തിട്ടുണ്ട്. എപ്പോഴും നല്ലത് കുട്ടികൾക്ക് മട്ട അവിലായിരിക്കും. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ പകുതി ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. അവിൽ മിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിൽ മിൽക്ക് തന്നെ വേറെയും കുറേ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടാലേ അത് കറക്റ്റ് അവിൽ മിൽക്ക് ആവുള്ളൂ. അപ്പോൾ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് അവിൽ മിൽക്കായിട്ട് നമുക്ക് കണക്കാക്കി എടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുടിച്ചാൽ കുട്ടികൾക്ക് നാളെ വയറ് ഫില്ലായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ അഥവാ ചില സമയത്ത്
സമയത്ത് ഉണ്ടാവില്ല, ലഞ്ചൊന്നും കഴിക്കാതെ വരുന്ന സമയം മക്കൾക്ക്, അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നതാണ്. ചിലപ്പോൾ കൊണ്ടുപോയത് അതേപോലെ കൊണ്ടുവരും. ആ ഒരു സമയത്തെല്ലാം വൈകുന്നേരം ഞാൻ വേഗം വന്നിട്ട് ഇത് കൊടുക്കും. ചിലപ്പോൾ ചായക്കടി ഒന്നും ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം ഞാൻ ചിലപ്പോൾ ഇത് കൊടുക്കും. ഇതിലിപ്പോൾ കേഷ്യൂസ്, നട്ട്സ് അങ്ങനെ എന്ത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമ്മളെ കയ്യിൽ എപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്നുള്ള ആ ഒരു ഇത് കൊണ്ടാണ് ഇത് മാത്രം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചില കുട്ടികൾക്കത് ഈ നട്ട്സെല്ലാം എടുത്തങ്ങ് കളയും, പിന്നെ വെറുതെ കഷ്ടപ്പെട്ട് ഇട്ടിട്ടും കാര്യമില്ല. അപ്പോൾ ഇത് നല്ല വയറ് നല്ല കുളിർമയായും കുട്ടികൾക്ക് കുറേ സമയം വിശക്കൂല, അവർക്ക് പഠിക്കാനുള്ള നല്ല എനർജി ഉന്മേഷമൊക്കെ കിട്ടും. അങ്ങനത്തെ ഒരു വൈകുന്നേരം നമ്മൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഉള്ളൊരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ക്യാരറ്റും ബീട്രൂട്ടും ഇത് അധികം ആൾക്കാർ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ഇതും തീരില്ല. കാരണം എന്താ വെച്ചാൽ ക്യാരറ്റും ബീട്രൂട്ടെല്ലാം തോരൻ വെച്ചിട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികളായിരിക്കും, കറി വെച്ചാൽ കഴിക്കാൻ മടിയുള്ള കുട്ടികളായിരിക്കും. ആ ഒരു കുട്ടികൾക്കെല്ലാം പച്ചക്കറി വളരെ വളരെ നല്ല ഒട്ടും കഴിക്കാത്ത മക്കൾക്ക് നിങ്ങൾ ഈ ഒരു രീതിക്ക് എന്തായാലും ആഴ്ചയിൽ ഒരു 3 ദിവസങ്ങളിൽ കുടിപ്പിക്കാൻ ശ്രമിച്ചാൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്കും കുറച്ച് പാൽക്കട്ട മധുരമൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. ഇതിൽ മധുരത്തിന് പകരം നമുക്ക് ഈത്തപ്പഴം വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തിട്ട് ഇത് മസ്റ്റാണ്. ആഴ്ചക്ക് ഒരു 3 ദിവസമെങ്കിലും കൊടുത്താൽ സ്കിന്നിനും നല്ല മാറ്റം ഉണ്ടാവും, കളറ് വരും കുട്ടികൾ, അങ്ങനെയെല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മക്കളെ കൊണ്ട് ഡെയിലി കൊടുക്കുമ്പോൾ അവർക്ക് മടുപ്പ് വരും, പിന്നെ കുടിക്കൽ നിർത്തി കളയും. അപ്പോൾ ഡെയിലി കൊടുക്കണ്ട, ആഴ്ചക്ക് 3 ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഒന്നിട വിട്ടിട്ട് കൊടുത്താൽ മതി. ഡെയിലി കൊടുത്താൽ ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ എല്ലാവർക്കും പിടിച്ച് കിട്ടണമെന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുമ്പോൾ അങ്ങ് വലിച്ചു കുടിച്ചോളും, വരുന്നത് ഒന്നാമതേ ക്ഷീണത്തിലാണല്ലോ. ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്ന് പറയുന്നത്, ഇത്രയും ഞാൻ തണുപ്പുള്ള ജ്യൂസാണല്ലോ കാണിച്ചത്, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഇളം ചൂടോടുകൂടിയുള്ള ഒരു ഡ്രിങ്ക് നോക്കാം. അപ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട്, അതിലേക്ക് പട്ടയും പിന്നെന്താണ് ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട ചതച്ചിട്ടില്ല കേട്ടോ, ഏലക്ക മാത്രം ഒന്ന് ക്രഷ് ചെയ്ത് ആ കുരു ഒന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു സ്പൂൺ, ഞാനിപ്പോൾ ഈ ഇളക്കുന്ന ആ ഒരു സ്പൂൺ ഉണ്ടല്ലോ, അതിലേക്ക് ആ ഒരു സ്പൂണിൻ്റെ അളവാണ് ഞാൻ ഗോതമ്പ് മാവ് എടുത്തിട്ട് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ അധിക കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർക്കുന്നതുകൊണ്ട്. ഞാനിത് കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡ്രിങ്കാണ്. പിന്നെ കല്യാണത്തിൽ അടുത്ത കുട്ടികളെല്ലാം ഉണ്ടാവുമല്ലോ, വലിയ ടീനേജ് കുട്ടികൾക്ക്, അവർക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്, സ്കിന്നിനൊക്കെ നല്ലതാണ്. ഈ പട്ട നമ്മൾ സിനമൺ പൗഡർ എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ സിനമൺ പൗഡർ ഇപ്പോൾ വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ പട്ട ഉപയോഗിച്ചാൽ നമ്മൾ ഡെയിലി ഇതിപ്പോൾ ഒരു ദിവസം കുടിച്ചാൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, അതൊന്നും ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുമ്പോൾ കുറച്ച് കളറെല്ലാം വന്നൊന്ന് മുഖമെല്ലാം തുടുത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ബ്രൈഡ്സിനെല്ലാം കുറച്ച് നല്ലതാട്ടോ. കല്യാണം നിശ്ചയിച്ച കുട്ടികൾക്കൊക്കെ കുറച്ച് അടുപ്പിച്ച് കുടിക്കണം. ഒരു 1 മന്ത് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം മനസ്സിലാവും. ഫുള്ള് പാൽ ഉപയോഗിച്ചിട്ട് ആക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ, പാലും. അപ്പോൾ ഇത് മക്കൾ കുടിച്ച് കിട്ടുമെങ്കിൽ ഹാപ്പിയാണ് നിങ്ങൾ, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഒരാൾ കുടിക്കും, ഒരാൾ കുടിക്കൂല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു, നമ്മളെ മക്കൾക്കെല്ലാം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് ഞാൻ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ്. ഒരു 11 മണിയെല്ലാം ആകുമ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ അത്ര ലേറ്റായിട്ടെല്ലാം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ 11 മണിക്ക് കാച്ചി കുടിക്കാൻ പറ്റും നല്ലൊരു ഡ്രിങ്കാണ്. ഇപ്പോൾ മുത്താറിയെല്ലാം അരച്ച് പാലൊക്കെ പിഞ്ഞ് അതൊക്കെ നമുക്ക് മെനക്കെടല്ലേ, അതൊന്നും ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കുമാണ്. ബ്യൂട്ടി വൈസ് ആയിട്ട് നോക്കുന്നതാണെങ്കിൽ ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. എനിക്ക് ഈ പട്ട ഗ്രാമ്പൂൻ്റെ എല്ലാം ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. നമുക്ക് തേങ്ങാപ്പാലും ചെയ്തെടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഞാൻ ചെയ്യുന്നത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ അധികവും തേങ്ങാപ്പാലാണ് ചെയ്യൽ, കാരണം നമുക്ക് പാല് PCOD ഉള്ള ആൾക്കാർക്ക് അത്ര നല്ലതല്ല. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ച് നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉള്ളത് വെച്ചിട്ട് നമുക്ക് നമ്മളെ മക്കളെ വരുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ മക്കൾ വരുന്ന സമയത്ത് നമ്മളെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് അവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് അതും നല്ലതാണ് കേട്ടോ.